അസ്സലാമു അലൈക്കും. പവിത്രമായ പരിശുദ്ധിയുടെ പുണ്യമാസമാണ് ഷാബാൻ. ഇസ്ലാമിക് കലണ്ടറിലെ 8ാമത്തെ മാസം. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസമാണ് ഷാബാൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് റമളാനിലേക്കുള്ള തയ്യാറെടുപ്പ് മാസവും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള സമയവുമാണ് ഷാബാൻ. ഹൃദയം ശുദ്ധീകരിക്കേണ്ട മാസമാണ് ഷാബാൻ. ഹൃദയത്തിൽ ഉള്ള ദേഷ്യം, വെറുപ്പ്, അസൂയ എല്ലാം നീക്കി മനസ്സ് ശുദ്ധീകരിക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉന്നതി കിട്ടാനും ശ്രേഷ്ഠത കിട്ടാനും ഒരുപാട് ഗുണം കിട്ടാനും അള്ളാഹുവിൻ്റെ ഇണക്കം കിട്ടാനും അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പൂവണിയാനും നമ്മൾ പരിശ്രമിക്കേണ്ട മാസമാണ് ഷഅബാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസം ഒഴികെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നത് ഷഅബാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ ഷഅബാൻ മാസത്തിൽ ചെയ്യേണ്ട പുണ്യമായ കർമ്മമാണ് നോമ്പ് നോൽക്കൽ. നമ്മുടെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ നോമ്പിനു വേണ്ടി ഷഅബാൻ നോമ്പ് കൊണ്ട് ശരീരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക. റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള മാസമാണ് ഷഅബാൻ. ജനങ്ങൾ അതിൽ അശ്രദ്ധരാകുന്നു. അതിലാണ് അടിമകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. എൻ്റെ അമലുകൾ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബർക്കത്ത് ഇറങ്ങുന്ന മാസമാണ് ഷഅബാൻ. നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, അയൽവാസികൾ എല്ലാവരോടും സലാം പറയുക. സലാം പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവും. ഷഅബാൻ മാസത്തിൽ കുടുംബ ബന്ധം ചേർക്കുക. മനസ്സിലുള്ള അസൂയ, ദേഷ്യം, പക എല്ലാം മാറ്റി കുടുംബ ബന്ധം ശക്തമാക്കുക. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ. ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം തരുന്ന മാസം കൂടിയാണ് ഷഅബാൻ. ഷഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. റമളാനിലേക്ക് നമ്മളെ ഒരുക്കുന്ന അനുഗ്രഹീതമായ മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസത്തിലെ രാത്രികളിൽ ഖുർആൻ പാരായണം, ദുആ, ദിക്ർ എന്നിവ അധികരിപ്പിക്കുക. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും തൗബയും ദുആയും നടത്തി മനസ്സും ശരീരവും ശുദ്ധീകരിക്കുകയും ചെയ്താൽ റമളാൻ മാസം കൂടുതൽ ഫലപ്രദമായി ആചരിക്കാൻ കഴിയും. അതിനാൽ ഷഅബാൻ മാസം നമുക്ക് സ്വയം തെറ്റുകൾ തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള ഒരു മഹത്തായ അവസരമാണ്.